ഹായ് ഓൾ. ഞാൻ ഇന്ന് യൂണിവേഴ്സിറ്റികളെക്കുറിച്ചും സ്കൂളിനെക്കുറിച്ചും എത്രമാത്രം ഇഫക്റ്റീവാണ് അവർ, നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും അതുകൊണ്ടുള്ള ദോഷങ്ങൾ എന്താണ്, ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ കുട്ടികളുടെ ഫ്യൂച്ചർ പോകുന്നത്, ഞാനിതിനെക്കുറിച്ച് പറയാം. പ്രധാനമായിട്ടും നമുക്ക് പല സ്കൂളുകളിലും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിലും നമുക്കൊരു നീതിപൂർവമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് അല്ല കിട്ടുക. ഇത് നടത്തുന്ന ആൾക്കാർ പലപ്പോഴും ബയസ്ഡാണ്. അതുപോലെ തന്നെ നമുക്ക് അസസ്മെൻറ്റും മറ്റു പ്രാക്ടീസസും ചെയ്യുന്ന അതിനകത്ത് ഇൻക്ലൂഡിങ് PhD ഉൾപ്പെടെ ഉള്ളത് ചെയ്യുമ്പോൾ ഈവൻ സ്കൂളുകളിലെ ഗ്രേഡിംഗ് സിസ്റ്റത്തിലെല്ലാം ഈ പറഞ്ഞ ഒരു ബയസ്ഡ് ആയിട്ടുള്ള ഇല്ലെങ്കിൽ നീതിപൂർവമല്ലാത്ത ഒരു സംഭവം അത് കുട്ടികളെ ഒരുപാട് പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള എയ്ഡുകൾ കൊടുക്കുന്നത്, സ്കോളർഷിപ്സ് കൊടുക്കുന്നത്, ഈ കാര്യത്തിലൊക്കെ നമുക്ക് ഒരുപാട് സ്കൂളുകളും കോളേജുകളും കാണിച്ചുകൊണ്ടിരിക്കുന്ന അനീതിയുണ്ട്. ഇനി ഇതിനൊക്കെ ഉപരിയായിട്ട് കണ്ടുവരുന്നത് ഒരു ഇൻഎഫക്റ്റീവ് സപ്പോർട്ട് ഫോർ മെൻ്റൽ ഹെൽത്ത്, മാനസിക ആരോഗ്യത്തിന് വേണ്ടി പലപ്പോഴും ടീച്ചർമാരുടെ അറിവ് കുറവുകൊണ്ടായിരിക്കാം. ടീച്ചർമാർ ഇല്ലെങ്കിൽ കോളേജ് പ്രൊഫസേഴ്സ് അവർ ചെയ്യുന്ന ഈ കുട്ടികളോട് ചെയ്യുന്ന ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ കുട്ടികളോട് ചെയ്യുന്ന ഒരു ഇൻസൾട്ട് കൊണ്ട് അതിൻ്റെ ഫലമായിട്ട് മാനസിക രോഗികളായിത്തീരുന്ന ഒരുപാട് കാലം ഡിപ്രഷനും മറ്റുമൊക്കെ മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരുന്ന കുട്ടികൾ. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ ക്ലാസ്സുകളിൽ ഒരുപാട് പേരെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത്. ഇതിന് ഉപരിയായിട്ട് ഞാൻ പറയുമ്പോഴത്തേക്കും എനിക്ക് ഈ യൂണിവേഴ്സിറ്റി തലത്തിൽ ഇല്ലെങ്കിൽ കൂടുതൽ പറയാനായിട്ട് എനിക്ക് കഴിയും. ഞാൻ 32 വർഷമാണ് എൻ്റെ സ്കൂളിങ്ങിന് ശേഷം ഞാൻ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിട്ടുള്ളത്. അപ്പം അത് ഞാനൊരു ഹോബി ആയിട്ട് എടുത്ത് പഠിച്ചതാണ്. പക്ഷേ അതങ്ങ് ഇത് ചെയ്തു. ഞാൻ എൻ്റെ ഫസ്റ്റ് MA, അത് കഴിഞ്ഞ് സെക്കൻഡ് MA, അത് ഞാൻ പല കോഴ്സസ്, പിന്നെ പ്രൊഫഷണൽ കോഴ്സസ് ഇങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ PhD, പോസ്റ്റ് ഡോക്ടറിൽ ഒക്കെ ചെയ്ത് ഞാനിങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞ് ലോകത്തിലെ പല യൂണിവേഴ്സിറ്റികളുമായിട്ടുള്ള എൻ്റെ ഇൻട്രാക്ഷൻസ് ഇതെല്ലാം വെച്ച് ഞാൻ നോക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് ഇത്രയും വർഷം യൂണിവേഴ്സിറ്റികളിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള വളരെ അപൂർവം ആൾക്കാരിൽ ഒരാളായിരിക്കും ഞാൻ. അതിൽ നിന്ന് എനിക്ക് എന്തുമാത്രം കിട്ടി, എന്തുമാത്രം പ്രയോജനം കിട്ടിയില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കിട്ടിയത് അഡ്വക്കേറ്റ് ആയിട്ടാണോ? പിന്നെ അതുപോലെ തന്നെ നമ്മൾ യൂണിവേഴ്സിറ്റികളിലും കോളേജിലും വരുന്ന ഒരു ബുള്ളിങ് ആൻഡ് ഹരാസ്മെൻറ്റ് ഈവൻ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന്. മറ്റൊരു കാര്യം കാണുന്നത് ഈ ഓവർ എംഫസൈസ് ഓൺ കോമ്പറ്റീഷൻ, അതായത് ഒരു മാർക്കെങ്കിലും കൂടുതൽ വാങ്ങിക്കുന്നതിലാണ് കഴിവിരിക്കുന്നത്, ഒരു മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള അതിലാണ് കുട്ടീനെ ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നൊരു കഷ്ടകരമായ കാര്യം. മറ്റൊന്ന് ഭയങ്കരമായിട്ട് റിജിഡ് ആയിട്ടുള്ള ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ, അതിൻ്റെ കൂട്ടത്തിലൊരു അക്കാഡമിക് എറഗൻസും കൂടെ കൂടുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന ഇത്. ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ഗുജറാത്തിൽ ബറോഡ യൂണിവേഴ്സിറ്റിയിൽ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരിക്കലും ഞാൻ പോവുകയുണ്ടായി. അപ്പോൾ അവിടെ നടക്കുന്ന ഒരു വലിയ ഓൾ ഇന്ത്യ കോൺഫറൻസിൽ പങ്കെടുക്കാനാണ്. അപ്പോൾ ഞാൻ പ്രൊഫസറുടെ റൂമിലിരിക്കുമ്പോൾ വളരെ കാര്യമായിട്ട് ഗൗരവമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു കുട്ടി വന്നപ്പം എന്നെ പകുതി വഴിക്ക് നിർത്തിയിട്ട് ആ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് പെട്ടെന്ന് അവർ വിട്ടു. അത് കഴിഞ്ഞ് വീണ്ടും സംസാരം കണ്ടിന്യൂ ചെയ്തിട്ട് അടുത്ത കുട്ടി വന്നു. പെട്ടെന്ന് ആ കുട്ടിയുടെ കാര്യം എടുത്ത് പെട്ടെന്ന് ശരിയാക്കിയിട്ട് വീണ്ടും വിട്ടു. വളരെ സൗമ്യമായിട്ട് വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് കുട്ടിയോട് പെരുമാറി. എനിക്കങ്ങ് അത്ഭുതം വന്നു. ഞാനത് കഴിഞ്ഞ് നാലാമത്തെ കുട്ടിയെ കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിനി ഒരു ലെസ് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഗസ്റ്റ് ആയതുകൊണ്ടാണോ, പക്ഷേ എന്നെ വളരെ കാര്യമായിട്ട് അവർ ഇൻവൈറ്റ് ചെയ്ത് വരുത്തിയതാണ്. പ്രത്യേകമായിട്ട് എനിക്കവിടെ താമസിക്കാൻ സൗകര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പം ഞാൻ അവരോടൊരു ഇതായിട്ട് ചോദിച്ചു, ഞാൻ സൗത്തിൽ ഞാൻ കാണുന്നത് കഴിഞ്ഞ് വളരെ വ്യത്യസ്തമായിട്ടാണല്ലോ നിങ്ങളിവിടെ കുട്ടികളോട് പെരുമാറുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, വി നോ, ഞങ്ങളുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികൾ ഒരു മിനിറ്റ് പോലും വിഷമിപ്പിക്കരുത്, അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ ഞങ്ങൾ പെരുമാറണം എന്നുള്ളത് അവരുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് വളരെ അത്ഭുതകരമായിരുന്നു. ഞാനത് കഴിഞ്ഞ് പിന്നീട് ഞാൻ രാജസ്ഥാനിൽ കോട്ടയിൽ ഞാൻ 2 സ്കൂൾ സന്ദർശിച്ചു, വളരെ പ്രധാനപ്പെട്ട 2 സ്കൂൾ സന്ദർശിച്ചു. അവിടെയും അതിൻ്റെ പ്രിൻസിപ്പിൾസ് കുട്ടികളോട് പെരുമാറുന്ന വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട്. നമ്മളൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഒരു ബാങ്കിലോ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ കസ്റ്റമേഴ്സിനോട് പെരുമാറുന്ന ആ ഒരു ക്വാളിറ്റിയിൽ, ഈവൻ ഞാൻ അതിൽ മിറ്റൽ ഇൻ്റർനാഷണൽ സ്കൂളിൽ പോയപ്പോൾ അവിടെ കുട്ടികൾക്ക് ഇരിക്കാനായിട്ട് ഇവിടെ പ്രിൻസിപ്പളിനെ കാണാൻ വരുന്നവർക്ക് നേരത്തെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ കൊണ്ട് ഞാൻ അന്തം വിട്ടുപോയി. അപ്പോൾ പക്ഷേ ഇങ്ങനൊരു സംഭവം അല്ല നമ്മുടെ കേരളത്തിൽ വളരെ
എന്താണ് അരഗൻ്റായിട്ടാണ്. അക്കാഡമിക് അരഗൻസ് വളരെ വളരെ കൂടുതലാണ്, ഈവൻ യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സിൻ്റെ അടുത്തൊക്കെ. ഇനി അതുപോലെ തന്നെ അധികം പൈസ മുടക്കാതെ തട്ടിക്കൂട്ടിയ എഡ്യൂക്കേഷൻ ഒരുപാട് ഉണ്ട്. അതുകൂടാതെ എക്സസീവ് സ്റ്റാൻഡേർഡൈസേഷൻ. സ്റ്റാൻഡേർഡ് വേണം, സ്റ്റാൻഡേർഡ് വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ എന്താ വെച്ചാൽ ഈ നമ്മൾ ജീവിക്കുന്നത് തന്നെ ഈ യൂണിവേഴ്സിറ്റിയുടെ ഒരു സൽപ്പേരിനും കോളേജിൻ്റെ സൽപ്പേരിനും സ്റ്റാൻഡേർഡിന് വേണ്ടി മാത്രം, സ്റ്റാൻഡേർഡ് അങ്ങനെ കാണുന്ന ഒരു സംഭവം. പിന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൈ ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ്. ഒരു അഡ്മിഷൻ 60 പേര് കയറിക്കഴിഞ്ഞാൽ 20 പേര് പോലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് കോളേജ് ഒട്ടും ബോധേഡല്ല, കുട്ടികൾ പാസ്സാകാതെ വരുന്നൊന്നും. അപ്പോൾ എന്താ അതിൻ്റെ നെറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കോളേജേ വേണ്ട. അപ്പോൾ അതുകൊണ്ട് പിന്നീട് വരുന്ന ആൾക്കാർ അങ്ങോട്ട് പോകാനായിട്ട് താല്പര്യപ്പെടുന്നില്ല, ഒരു കോളേജിൽ നിന്ന് മാറി നിൽക്കുന്നു. മറ്റൊരു കാര്യം, കോളേജിൻ്റെ ഭാഗത്തുനിന്നും പ്രൊഫസേഴ്സിൻ്റെ ഭാഗത്തുനിന്നും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നും റെസിസ്റ്റൻസ് ചേഞ്ച്. ലോകത്തെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും അഡ്മിഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എക്സാമിന് റിസൾട്ട് കൊടുക്കുകയുള്ളൂ. ഓക്കെ. പിന്നെ അതുകൂടാതെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് എത്തിക്കൽ ലാപ്സസ്, ഒരുപാട് മിസ്റ്റേക്കുകൾ വരിക. പിന്നെ ഇഗ്നോറിങ് ഡൈവേഴ്സ് ലേണിംഗ് സ്റ്റൈൽസ്. ഒറ്റ ലേണിംഗ് സ്റ്റൈൽസ് അല്ല, ഓരോ പേഴ്സണാലിറ്റിക്കും വ്യത്യസ്തമായിട്ടുള്ള ലേണിംഗ് സ്റ്റൈൽസ് ഉണ്ട്. ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഈ ലേണിംഗ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ലേണിംഗ് സ്റ്റൈൽസ്, അതിലേക്ക് നമ്മൾ പോകാനായിട്ട്. ഇനി അതുപോലെ തന്നെ വളരെ ക്വാളിഫൈഡ്, കഴിവുള്ള, കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ അധ്യാപകരുടെ, പ്രൊഫസേഴ്സിൻ്റെ കുറവ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ യൂണിവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഭയങ്കരമായ റെഡ് ടേപ്പിസം, ഞാൻ പറയുന്ന എക്സാം നടക്കാനും ഒക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ട്. ഞാനൊക്കെ ഇതിന് ഭയങ്കരമായിട്ട് വിക്റ്റിമായിട്ടുണ്ട്. പിന്നെ ലാംഗ്വേജ് ബാരിയേഴ്സ്, ഇവർ കോളേജുമായിട്ടുണ്ടാകുന്ന ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെ ഇത് അണ്ടർ റെപ്രസെൻറ്റേഷൻ ഓഫ് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ്. നമ്മുടെ ഒരു ബഹുസ്വര സൊസൈറ്റിയാണ്. ചില ആൾക്കാരെയൊന്നും ചില കോളേജുകളിലൊന്നും അടുപ്പിക്കാതിരിക്കുക, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ അടുപ്പിക്കാതിരിക്കുക എന്ന് പറയുന്നൊരു സംഭവം. ഇനി ഈ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ, ചിലയിടത്ത് എക്സ്ട്രീംലി ഹൈ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷനാണ്. പിന്നെ യൂണിവേഴ്സിറ്റിക്കകത്ത് തന്നെ കോളേജുകളിൽ തന്നെ ഒത്തിരി ഇനിക്വാളിറ്റി നടക്കുന്നു, ക്ലാസ്സുകൾ നടക്കുന്നില്ല. ഈ ഒരു സംഭവം വലിയ പൊളിറ്റിക്കൽ പ്രൊപ്പഗൻഡ മാത്രമേ നടക്കുന്നുള്ളൂ. എക്സാം അവർ തന്നെത്താൻ പഠിച്ച് എഴുതിക്കോണം എന്ന് പറയുന്നത്. പിന്നെ ഈ റോട്ട് ലേണിംഗ് എന്ന് പറയും, നമുക്ക് ആവശ്യമില്ലാത്ത സബ്ജക്ട്സും പ്രയോജനമില്ലാത്തതും എല്ലാം നമ്മൾ പഠിക്കുക, ഒരിക്കലും ആവശ്യമില്ലാത്തതെല്ലാം നമ്മൾ പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ സൈസ് എല്ലാത്തിനും ഒരു ഷർട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് വണ്ണം കുറഞ്ഞവർക്കും കൂടിയവർക്കും എക്സ്ട്രാ ലാർജിനും എല്ലാം അത് ഉപയോഗിച്ചോണം എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഒരേ സാധനം തന്നെ കൊടുക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ് യൂണിവേഴ്സിറ്റികൾ ഒരുപാട് ബൈ ആൻഡ് ലാർജ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ക്രെഡൻഷ്യലിസം. അപ്പോൾ എപ്പോഴും മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ, ഗ്രേഡിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം വിലയിരുത്തുന്നത്. ചില യൂണിവേഴ്സിറ്റീസ് എക്സ്ട്രീംലി റിജിഡാണ്. ഇന്ത്യയിൽ ഒരുപാട് യൂണിറ്റ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് യു ആർ നോട്ട് ഗോയിങ് ടു ചേഞ്ച്, യു ആർ ഗോയിങ് ടു ബി ഇറലവൻറ്റ് ഓർ ഈവൻ ലെസ്. യൂണിവേഴ്സിറ്റി ആൾക്കാർ, അപ്പോൾ അതുകൊണ്ട് ഒരു ഫലമാണ് കേരളത്തിൽ നിന്നും ഇങ്ങനെ 10,000, 2,000, 8,000, 10,000 കുട്ടികളാണ് വിദേശ യൂണിവേഴ്സിറ്റികളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ അധ്യാപകർ ഈ ഡിജിറ്റൽ ലിറ്ററസി ഫോർ എഡ്യൂക്കേറ്റേഴ്സ് അത് അവർ നോക്കുന്നില്ല. അവരുടെ വേതനങ്ങളും UGCയും മറ്റുമൊക്കെ നേടിയെടുത്തു. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ലെവലിലേക്ക് പോകാനായിട്ട് പറ്റുന്ന ആ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നാരോ കരിക്കുലം ഫോക്കസ്. ഒരിക്കലും നമ്മൾ ഉപയോഗിക്കാൻ ചാൻസ് ഇല്ലാത്ത കാര്യങ്ങൾ തന്നെ നമ്മളെ ബിടെക് മുതലായ കാര്യങ്ങൾക്ക് പഠിപ്പിക്കുക, ഈ കാര്യങ്ങൾ. ഇനി അതുപോലെ തന്നെ ലിമിറ്റഡ് എക്സ്പോഷർ ടു ഡൈവേഴ്സ് പെർസ്പെക്റ്റീവ്സ്. വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലേക്കൊന്നും നമുക്ക് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങോട്ടും ആർഗ്യൂ ചെയ്ത് പഠിച്ച് തേഞ്ഞ് ഇത് മാറ്റിയെടുക്കേണ്ടതിന് പകരം ഒരേ സ്ട്രെയിറ്റ് ലൈന് മാത്രം അവർ പറയുന്നിടത്ത് മാത്രം കുട്ടികൾ നിൽക്കുക. ഇൻഫ്ലെക്സിബിൾ ആയിട്ടുള്ള കരിക്കുലം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലത് പഠിച്ചിട്ട് ഒരിക്കലും ഇനി ജീവിതത്തിൽ ഒരിക്കലും ഒരു ആവശ്യവും വരത്തില്ല. ആ സംഭവങ്ങൾ നമ്മൾ പഠിച്ചിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ MAക്ക് പഠിച്ചിരുന്നപ്പോൾ അന്നത്തെ സോവിയറ്റ് യൂണിയൻ്റെ, ആക്ച്വലി ഞാൻ MAക്ക് പഠിക്കുമ്പം സോവിയറ്റ് യൂണിയൻ ഇല്ല.
MA-ക്ക് ഞാൻ MA ചെയ്യുമ്പം സോവിയറ്റ് യൂണിയൻ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. CIS കൺട്രീസാണെന്ന്. പക്ഷേ എനിക്ക് പഠിക്കാനുള്ളത് MA-ക്കകത്തുനിന്ന് സോവിയറ്റ് യൂണിയൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു. ഇല്ലാത്തൊരു സംഭവത്തിൻ്റെ നിന്നുപോയ ഒരു ഇതിൻ്റെ ഞാൻ പഠിച്ചത് പാസ്സാകേണ്ട ഗതികേടുമാണ്. സോ ഇൻഫ്ലെക്സിബിൾ കരിക്കുലം. ഇനി അതുപോലെ തന്നെ കരിക്കുലത്തിനകത്ത് ഭയങ്കരമായിട്ട് ഗ്യാപ്പ്, സിലബസിനകത്ത് നമുക്ക് പ്രാക്ടിക്കൽ ലൈഫിൽ വേണ്ടുന്ന സാധനങ്ങൾ ഇല്ലാതിരിക്കുക. പിന്നെ ചിലപ്പോൾ പലതിനകത്ത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കരിക്കുലം, പുതിയ ടെക്നോളജീസ് വന്നു, പഴയത് വേണ്ടാതായി, പഴയതിന് ആവശ്യമേ ഇല്ലാതെ പോയി, ഒബ്സലേറ്റായി. പക്ഷേ യൂണിവേഴ്സിറ്റി മാറ്റത്തില്ല, യൂണിവേഴ്സിറ്റി മറ്റേ സെയിം ഇതിൽ തന്നെ പോവുകയാണ്. അതുപോലെ തന്നെ ലാക്ക് ഓഫ് പ്രാക്ടിക്കൽ സ്കിൽസ്. ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങിൽ ഡിഗ്രി എടുത്തതിന് ശേഷവും നേരെ ഒരു ഫ്യൂസ് കെട്ടാൻ പറ്റാതിരിക്കുന്ന കുട്ടികൾ. പലപ്പോഴും ഇലക്ട്രോണിക്സ് എൻജിനീയറിങ്ങിൽ ഡിഗ്രി എടുത്ത് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. എൻ്റെ ക്ലാസ്സുകളിൽ തന്നെ ഓരോ ഇലക്ട്രോണിക് സാധനങ്ങളുടെ ആവശ്യം വന്നപ്പോഴത്തേക്കും ചില ഡിസ്ഫങ്ഷനൊക്കെ വന്നപ്പോൾ ഈവൻ ഇലക്ട്രോണിക്സിൽ ബിടെക് എടുത്ത ആൾക്കാർക്ക് ഒരു പ്രൊജക്ടർ, LCD പ്രൊജക്ടറും കമ്പ്യൂട്ടറുമായിട്ട് ചേർത്ത് വെച്ച് പോലും പ്രോപ്പർലി പ്രവർത്തിപ്പിക്കാൻ കഴിയാതിരിക്കുക, പല ഡിവൈസസും പ്രവർത്തിപ്പിക്കാൻ കഴിയാതിരിക്കുക. ഇനി അതുപോലെ തന്നെ ലാക്ക് ഓഫ് റെക്കഗ്നേഷൻ ഫോർ ഇൻഫോർമൽ ലേണിംഗ്. ലോകം മുഴുവനും ഇൻഫോർമലായിട്ട് നമ്മൾ ലേൺ ചെയ്യുന്നതിന് ഏതെങ്കിലും വിധത്തിൽ ക്രെഡിറ്റ് കൊടുക്കുകയോ അതിനെ പ്രയോജനപ്പെടുത്തുക ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ, അപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ള സ്റ്റുഡൻസ് വർക്ക് ചെയ്തതാണ്. അപ്പം കുട്ടികളുടേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിട്ടു പോവുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ലാക്ക് ഓഫ് റെക്കഗ്നേഷൻ ഫോർ ഡൈവേഴ്സിറ്റി ഇൻ എബിലിറ്റീസ്. ചില ആൾക്കാർക്ക് ചില എക്സ്ട്രാ എബിലിറ്റീസ് ഉണ്ട്. ചിലതിനെ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏർലി ചൈൽഡ്ഹുഡിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടുള്ളതാണ് എനിക്ക് ഡിസ്ലെക്സിയ. അക്കങ്ങൾ തമ്മിൽ ചേർത്ത് എനിക്ക് വായിക്കാനായിട്ട് പറ്റാതെ, എഴുതാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് പിന്നെ ലാക്ക് ഓഫ് റെക്കഗ്നേഷൻ ഫോർ ഡൈവേഴ്സ് എബിലിറ്റീസ്. പക്ഷേ എനിക്ക് 1 ബില്യൺ ആൾക്കാരോട് ഒറ്റ സ്ട്രെച്ചിൽ പറയാനായിട്ട് പറ്റും, വിസ്ഡം പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അതിനെ റെക്കഗ്നൈസ് ചെയ്തില്ല, എനിക്ക് എഴുതാൻ കഴിയുന്നില്ല എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പോൾ ഇത് ഞാൻ മാത്രമല്ല, ഒരുപാട് സ്റ്റുഡൻസ് അനുഭവപ്പെടുന്നതാണ്. പിന്നെ ലാക്ക് ഓഫ് റെസീലിയൻസ് ബിൽഡിങ്. കുട്ടികൾ പലപ്പോഴും ഡൗൺ ആയി പോകും, തകർന്നു പോകും, പരീക്ഷ തോറ്റു പോകും. അപ്പോൾ അതിനുശേഷം അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റിയ ഒരു സ്കീമും ഒരു പരിപാടിയും ഇല്ലാതിരിക്കുക. പിന്നെ ലാക്ക് ഓഫ് ക്യാരക്ടർ എഡ്യൂക്കേഷൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പർട്ടിക്കുലർ നോളജിനെ സംബന്ധിച്ചും വലുതാണ് വാല്യൂസ്. വാല്യൂവിനെ കാണാൻ പറ്റുന്നില്ല, നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, മനസ്സിനെ കാണാൻ പറ്റുന്നില്ല, വാല്യൂസിനെ കാണാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ഏത് സ്കില്ലിനെ കഴിഞ്ഞും വലുതാണ് നിങ്ങളുടെ ആദർശവും വാല്യൂസും എല്ലാം. അപ്പോൾ ആ ഒരു ക്യാരക്ടർ എഡ്യൂക്കേഷൻ നമുക്ക് മിസ്സിങ് ആണ്. അതേപോലെ നമുക്ക് മറ്റൊന്നാണ് ലാക്ക് ഓഫ് റെലവൻസ്. നമ്മൾ പഠിക്കുന്നൊരു സബ്ജക്റ്റ് അത് അവിടെ ഉണ്ടോ, അതിന് യൂസ് ഉണ്ടോ, ആ നോളജ്, ആ ബോഡി ഓഫ് നോളജിന് ആവശ്യമുണ്ടോ, ഇതൊന്നും നോക്കാതെ യൂണിവേഴ്സിറ്റി വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുക. പിന്നെ ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ ഫോർ ലൈഫ് സ്കിൽസ്. നമുക്ക് ഏറ്റവും അത്യാവശ്യപ്പെട്ട ഒരു ലൈഫ് സ്കില്ലിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കല്യാണം കഴിച്ചൊരു പെണ്ണുമായിട്ട് അല്ലെങ്കിൽ ഒരു ആണുമായിട്ട് ഒരു ഇണയുമായി ഒന്നിച്ചു പോവുക. ഭയങ്കര ഹൈ ക്വാളിഫിക്കേഷനും ഡോക്ടറേറ്റും ഒക്കെ എടുത്തു, പക്ഷെ എന്താ പ്രശ്നം, ഇങ്ങനെ നമുക്ക് ചേരാനായിട്ട് പറ്റുന്നില്ല, പോകാനായിട്ട് പറ്റുന്നില്ല. ദാറ്റ്സ് എ ബിഗ് പ്രോബ്ലം. അപ്പോൾ അവിടെ നമുക്ക് എന്താണ്, ലൈഫ് സ്കിൽസ് നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് അതുപോലെ തന്നെ ഏറ്റവും വളരെ അത്യാവശ്യമുള്ളതാണ് പണം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ഹൗ ടു മേക്ക് മണി. ഈ സൈക്കിൾ കയറുന്നത് പോലെ ഒരു ചെറിയ ടെക്നിക്കാണ് പണം ഉണ്ടാക്കുന്നത്. അതിനകത്തൊരു 8-10 റൂള് നമ്മൾ പഠിച്ചാൽ തന്നെ നമുക്ക് ജീവിതത്തിൽ ആവശ്യത്തിനുള്ള പണം വരും. പക്ഷെ എന്തുകൊണ്ട് നമുക്കത് യൂണിവേഴ്സിറ്റി പഠിക്കാനില്ല? ഞാനിപ്പോൾ ഒരുപാട് പേരെ പഠിപ്പിക്കാറുണ്ട്. എൻ്റെ ക്ലാസ്സിൽ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് സാമ്പത്തികമായിട്ട് ഒരു പ്രയാസം ഉണ്ടാകാറില്ല, ആ രീതി കണ്ടെത്തുന്നുണ്ട് അവർ. അതേപോലെ തന്നെ നമുക്ക് അപ്പോൾ ഈ മൈൻഡിൻ്റെ ശക്തി മുഴുവൻ ഇരിക്കുന്ന മൈൻഡല്ലേ, ശരീരം പ്രവർത്തിക്കുന്നതും ലോകം നയിക്കുന്നതും നമ്മൾ പുറത്ത് കാണുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും ഉണ്ടാക്കുന്നതും ആദ്യം ഉരുത്തിരിയുന്നത് നമ്മുടെ മൈൻഡിനകത്താണ്. അപ്പോൾ ആ മൈൻഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? സൈക്കോളജി എന്ന് പറഞ്ഞാൽ മൈൻഡിൻ്റെ ഡിഫക്ട്സ് നോക്കാനാണ്. മൈൻഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, പോസിറ്റീവ് മൈൻഡ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നമുക്ക് സ്കൂളിൽ ഒരു വകയും പഠിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ഈ ലൈഫ് സ്കിൽസ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. എനിക്ക് നീന്താൻ പഠിക്കുന്നില്ലല്ലോ, വെള്ളത്തിൽ അങ്ങനെ തെന്നി വീണ് കഴിഞ്ഞാൽ പോക്ക ലൈഫ്. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് എത്ര പേരാണ് ഒരു വർഷം വെള്ളത്തിൽ തെന്നി വീണ് മരിക്കുന്നത്? അതുപോലെ തന്നെ മറ്റൊന്ന്
ലാക്ക് ഓഫ് ഗ്ലോബൽ പെർസ്പെക്റ്റീവ്. നമ്മുടെ ഫ്രെയിം ഓഫ് മൈൻഡ് ഒത്തിരി പേരുടെ ആ ജില്ലയുടെ, ആ താലൂക്കിൻ്റെ, ആ പ്രദേശത്തിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലോകത്തിൽ ഇതിനെക്കുറിച്ച് 1000 ഇരട്ടി അവസരങ്ങളുണ്ടെങ്കിൽ ഇത് കാണാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമുക്കൊരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. ഇനി നമുക്ക് ലാക്ക് ഓഫ് ആക്സസ് ടു അഡ്വാൻസ് പ്ലേസ്മെൻറ്റ്. നമുക്കൊരു 40-50 കഴിവുകളുണ്ട്, പക്ഷെ ഒരു 5 കഴിവിൻ്റെ കുറവ് കൊണ്ട് യു ആർ മിസ്സിങ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. നല്ല ഒരു ജോലി, നല്ല ഒരു തൊഴിൽ, നല്ല വരുമാനം, ചെറിയ ചില കഴിവുകൾക്ക് ആ കഴിവുകൾ യൂണിവേഴ്സിറ്റി പഠിപ്പിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ 100 കണക്കിന് ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്ത് ചില ദിവസമൊക്കെ ഞാൻ മടുക്കാറുണ്ട്. 100 ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് 3-4 പേരെയാണ് കിട്ടുക. ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ നേരിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് പകരം പലപ്പോഴും നമുക്ക് ഒത്തിരി എംപ്ലോയീസിന് ആവശ്യമുണ്ട്. പക്ഷേ നമുക്ക് പലപ്പോഴും നമ്മുടെ സ്റ്റാഫിനെ കൊണ്ട് ഇൻ്റർവ്യൂ ചെയ്ത് കുറച്ചെങ്കിലും അതുള്ളവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ലാസ്റ്റേ കാണാറുള്ളൂ. പക്ഷേ അപ്പോൾ ഈ അഡ്വാൻസ് പ്ലേസ്മെൻറ്റിലൊക്കെ ഒരുപാട് ചാൻസ്. ഇപ്പോൾ ഈ ഓൾവേസ് റൂം അറ്റ് ദ ടോപ്പ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ബോർഡിൽ ജനറൽ മാനേജരും മുതലായ വേക്കൻസിക്ക് ആളില്ല. എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് IAS ഓഫീസർ, സീനിയർ IAS ഓഫീസർ, പ്രിൻസിപ്പൽ സെക്രട്ടറി ടു ഗവൺമെൻറ്, അദ്ദേഹം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പിന്നെ ഈ പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ബോർഡിൽ ഇൻ്റർവ്യൂവിന് വന്നു. ഇൻ്റർവ്യൂവിന് വന്നവർക്ക് 9 വേക്കൻസി, 3 ആപ്ലിക്കൻസേ ഉള്ളൂ. എങ്ങനെ പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും? 3 എടുത്ത് കൊടുക്കാൻ പറ്റും. പിന്നെ അവരവിടെ താമസിച്ച് വീണ്ടും ഒരിക്കൽ കൂടെ വരാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് അവരോട് മാക്സിമം ആൾക്കാരെ കൊണ്ടൊക്കെ അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ട് അതിനകത്തുനിന്ന് കൊള്ളാവുന്ന ആൾക്കാരെ നിയമിച്ചു. പക്ഷേ ഇവിടെ ക്ലറിക്കൽ കേഡറിൽ 20 ലക്ഷം ആൾക്കാർ കിടന്ന് മത്സരിച്ചുകൊണ്ടിരിക്കുക. സോ കണ്ടിന്യൂ ലേണിംഗ്. അപ്പോൾ നമുക്ക് ആ ഒരു അഡ്വാൻസ് പ്ലേസ്മെൻറ്റിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ലാക്ക് ഓഫ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. നമ്മൾ പഠിച്ച സാധനങ്ങൾ, ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആളെ സംബന്ധിച്ചിടത്തോളം ഡിസൈൻ ചെയ്ത് നമുക്കൊരു ടാങ്ക് കെട്ടാൻ പറ്റുന്നില്ല, റോഡിന് ഇത് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ അത് യൂണിവേഴ്സിറ്റി അവിടെ ഫെയിലറാണ്. ലാക്ക് ഓഫ് ലൈഫ് സ്കിൽ. നമുക്ക് അത്യാവശ്യമുള്ള പല മേഖലയിലുള്ള ലൈഫ് സ്കിൽസ്. ഇനി ലാക്ക് ഓഫ് ഇൻഡിവിജ്വലൈസേഷൻ. ഒരു വ്യക്തിത്വം വികസിക്കുന്ന എങ്ങനെയാണ്, ആ വ്യക്തി എങ്ങനെയാണ് സൊസൈറ്റിയായിട്ട് ഇണങ്ങിച്ചേരുന്നത്, സൊസൈറ്റി എന്താണ്. ലാക്ക് ഓഫ് ഡൈവേഴ്സിറ്റി. നമുക്ക് ബഹുസ്വര സൊസൈറ്റിയാണ്. എല്ലാ മതത്തിലും, എല്ലാ നിറത്തിലും, എല്ലാ സൗകര്യത്തിലുള്ള ആൾക്കാരായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ്, അത് വലിയൊരു കഴിവാണ്. അത് നമ്മൾ യൂണിവേഴ്സിറ്റിയായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നില്ല. ആൻഡ് സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്മെൻറ്റ്. നന്നായിട്ട് സംസാരിക്കാനായിട്ട്, ഒരു വേദിയിൽ സംസാരിക്കാനായിട്ട്, എക്സ്പ്രസ് ചെയ്യാനായിട്ട്, ഇൻ്റർവ്യൂ എടുക്കാനായിട്ട്, മാനേഴ്സ്, ബിഹേവിയേഴ്സ്, ഇതിനെക്കുറിച്ചൊക്കെ യൂണിവേഴ്സിറ്റിക്ക് ആമ്പിൾ ടൈമുണ്ട്. പക്ഷേ യൂണിവേഴ്സിറ്റി ഈസ് നോട്ട് ഹെൽപ്പിങ് അസ്. ഏതാണ്ട് 10 വർഷം സ്കൂളിലും 2 വർഷം പ്ലസ് ടുവിലും 5 വർഷം അല്ലെ 4 വർഷം ഡിഗ്രി ലെവലിലും എല്ലാം നമ്മൾ അത്രയും പഠിച്ചിട്ട് പോലും നമുക്ക് സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇനി ലാക്ക് ഓഫ് പ്രാക്ടിക്കൽ നോളജ്. ഞാൻ പറഞ്ഞല്ലോ, കുടുംബജീവിതത്തിലോ പൈസ എണ്ണാൻ പോലുമുള്ള, ഒരു ബസ്സിൽ കയറി യാത്ര ചെയ്യാനുള്ള, ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഈ സംഭവങ്ങളൊന്നും. ഇനി ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ ഫോർ ലൈഫ് ആഫ്റ്റർ ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇപ്പം ഞാൻ പറയാമല്ലോ, ഞാൻ തന്നെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. വീട്ടിലിരുന്നുകൊണ്ട് അറ്റ്ലീസ്റ്റ് 1 ലക്ഷം രൂപയെങ്കിലും മന്ത്ലി ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു 136 ജോലികളെ ഞാൻ അതിനകത്ത്, 136 അല്ല, 236 അല്ല, പക്ഷെ തിരഞ്ഞെടുത്ത 136 ജോലികൾ നമുക്ക് എങ്ങനെ വീട്ടിലിരുന്ന് ചെയ്യാം. ഞാൻ ആ ബുക്കിനകത്ത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? പക്ഷേ ഈ യൂണിവേഴ്സിറ്റികൾ അതുപോലും ചെയ്യുന്നില്ല. നേരെ ചൊവ്വേ ഒരു 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 ബ്രൗസ് ചെയ്യാനായിട്ട് കുട്ടികളെ കൊണ്ട്, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കുട്ടികളെ കൊണ്ട് പറ്റുന്നില്ല. പിന്നെ ഇൻഎഫക്റ്റീവ് ടീച്ചിങ് മെത്തേഡ്സ്. 15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ കുട്ടികളൊക്കെ മടുക്കും. ഈ ടീച്ചിങ്ങിൻ്റെ ഇൻഎഫക്റ്റീവ്സിന് കൊണ്ടാണ് മാസീവായിട്ട് തോക്കുന്നത്. ഒരു ക്ലാസ്സിൽ 60 പേര് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ 52 പേരും തോക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഡെഫിനറ്റായിട്ടും അവിടെ അത് പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് ഒരാളിൻ്റെ മൈൻഡിൽ എങ്ങനെയാണ് ഒരു കാര്യം കയറ്റിയെടുക്കേണ്ടത്, ഒരിക്കലും മറക്കാത്ത രീതിയിൽ എങ്ങനെ ആക്കിയെടുക്കാൻ പറ്റും എന്നുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. അത് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയ ആൾ ട്രാൻസിഷൻ ടു എ വർക്ക് ഫോഴ്സ്,
അവൻ നാളെ ഉദ്യോഗസ്ഥനാകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നിലപാടെടുക്കണം, ഏത് രീതിയിലോട്ട് അവനെ മാറ്റണം, കല്യാണം കഴിച്ച് കുടുംബസ്ഥനാകുമ്പോഴത്തേക്ക് എങ്ങനെ എല്ലാം കാര്യങ്ങൾ ചെയ്യണം. ഇൻഎഫക്റ്റീവ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ സ്കിൽസ്, എല്ലാ സ്ഥലത്തും കോൺഫ്ലിക്റ്റ് ഉണ്ടാകാറുണ്ട്, കുടുംബത്തിനകത്ത്, വർക്ക് സ്പേസിലും എല്ലാം ഉണ്ടാകും. അതെങ്ങനെ സൊല്യൂഷൻ ചെയ്യണം, എങ്ങനെ നമുക്ക് ഡിപ്ലോമാറ്റിക്, ഇതൊന്നും നമുക്ക് പഠിക്കാനായിട്ട് യൂണിവേഴ്സിറ്റികളില്ല. പിന്നെ ഇൻഎഫക്റ്റീവ് പേരൻ്റൽ എൻഗേജ്മെൻറ്റ്, പേരൻസുമായിട്ട് എങ്ങനെ ഇടപെടണം, പേരൻസുമായിട്ട് എങ്ങനെ പോകണം, അവരെ നമുക്ക് എങ്ങനെ ട്രസ്റ്റിലെടുക്കാൻ പറ്റും. അതിന് ഇൻഎഫക്റ്റീവ് യൂസ് ഓഫ് ടെക്നോളജി, നമ്മൾ തന്നെ പഠിക്കുന്ന പല ടെക്നോളജി നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. എൻ്റെ അനുഭവത്തിൽ പലപ്പോഴും നമുക്ക് ഏറ്റവും വലിയൊരു ഡിഫിക്കൽറ്റി എന്ന് പറഞ്ഞാൽ ഒരാളെ നമ്മൾ ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ 8-10 മാസമൊക്കെ നമുക്ക് ഒരു വലിയ റിസൾട്ടൊന്നും ഇല്ലാതെ ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നാൽ മാത്രമേ ഇവരെ കൊണ്ട് നമുക്ക് പഠിപ്പിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പഠിച്ച ആൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെല്ലാം നമ്മൾ ജോലി കൊടുക്കുകയുള്ളൂ. സോ ദേ ആർ ലൂസിങ് ആൻ ഓപ്പർച്യൂണിറ്റി. ഇനി അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികൾ ചെയ്യുന്ന ഇൻഎഫക്റ്റീവായിട്ടുള്ള അസസ്മെൻറ്റ്സ്, ഇൻഎഫക്റ്റീവായിട്ടുള്ള പ്രോജക്റ്റ്, ആൻഡ് ഓവർ എംഫസിസ് ഓൺ ഗ്രേഡ്സ്. ഗ്രേഡ് കിട്ടിയ പിന്നെ എല്ലാമായി, ഒന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ അനുഭവിക്കുക. പിന്നെ ഫോക്കസ് ഓൺ ഗ്രേഡ് ഓവർ ലേണിംഗ്. നീ പഠിച്ചോ, നിനക്ക് സ്കില്ലുണ്ടോ, നിൻ്റെ ടാലൻസ് പുറത്തു വരുന്നുണ്ടോ, ഗ്രേഡാണ് മുഖ്യം. ഇനി അതുപോലെ തന്നെ നമുക്ക് ആബ്സെൻസ് ഓഫ് ഫൈനാൻഷ്യൽ ലിറ്ററസി ഇൻ എഡ്യൂക്കേഷൻ. എങ്ങനെ പണം ഉണ്ടാക്കണം, എങ്ങനെ അത് ചിലവാക്കണം, എങ്ങനെ നമുക്ക് ഒരു ഫ്യൂച്ചർ പ്ലാനിങ് ചെയ്യണം, പേഴ്സണൽ ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യണം, പ്രോപ്പർട്ടി വാങ്ങിക്കണം, ഈ കാര്യത്തെക്കുറിച്ചൊന്നും ഒരു സംഭവത്തിലും ഒരു എഡ്യൂക്കേഷനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. സോ അവർ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇസ് ഇൻബാലൻസ്ഡ് ടോട്ടലി. ആൻഡ് അതുപോലെ തന്നെ ആബ്സെൻസ് ഓഫ് മെൻറ്ററിങ് ഓപ്പർച്യൂണിറ്റീസ്. ചില അപൂർവ യൂണിവേഴ്സിറ്റികളിലൊക്കെ ടീച്ചേഴ്സ് ദേ വിൽ ബിക്കം ദ കോച്ച് ആൻഡ് ദേ വിൽ ബിക്കം ദ മെൻറ്റർ. അതിന് മെൻറ്റർ ചെയ്ത് അവർ ഓപ്പർച്യൂണിറ്റി കൊണ്ടുപോകും. പക്ഷേ നമ്മളുടെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റികൾ അതുകൊണ്ട് എന്താണ്, ഇവരൊക്കെ ഫോറിൻ യൂണിവേഴ്സിറ്റികൾ കണ്ടെത്തി അങ്ങോട്ട് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളറിയാം അതിൽ എത്ര പേര് തിരിച്ചു വരും. ഇനി നമ്മൾ ഇന്നാഡിക്വേറ്റ് പ്രിപ്പറേഷൻ ഫോർ റാപ്പിഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ്. ലോകം അങ്ങ് മാറുവാണ്. ഇപ്പം നോക്കിയാൽ നമുക്ക് AI വന്നു. AI വരുമ്പോഴത്തേക്കും ജോലി നഷ്ടപ്പെടുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവനവൻ്റെ ജോലിക്ക് AIയെ ഉൾപ്പെടുത്തിക്കൊണ്ട് AIയെ നമ്മുടെ ഫ്രണ്ടാക്കി ട്രീറ്റ് ചെയ്ത് AIയുടെ സഹായത്തോടു കൂടി അവനവൻ്റെ ജോലിയെ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് ജോലി നഷ്ടപ്പെടുകയല്ല ചെയ്യുന്നത്, ഇരട്ടി 3 ഇരട്ടി ശമ്പളത്തിലേക്ക് പോകാൻ പറ്റുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിന് നമ്മുടെ യൂണിവേഴ്സിറ്റി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല. ഇനി ഇന്നാഡിക്വേറ്റ് റെക്കഗ്നേഷൻ ഫോർ നോൺ അക്കാഡമിക് അച്ചീവ്മെൻറ്റ്സ്. ഈ പാഠ്യേതര പദ്ധതികളിലുള്ള ഇവരുടെ വലിയ റെക്കഗ്നേഷനും അച്ചീവ്മെൻറ്റ്സും അതൊന്നും യൂണിവേഴ്സിറ്റി അംഗീകരിക്കുന്നില്ല. ഇനി ഇന്നാഡിക്വേറ്റ് സിവിക്സ് എഡ്യൂക്കേഷൻ. ഒരു നല്ല പൗരനായി എങ്ങനെ ജീവിക്കാം, നല്ല പിതാവായി, നല്ല മാതാവായി, നല്ല മകനായി, നല്ല ഭർത്താവായി, നല്ല ഭാര്യയായി, ഒന്നും ഒരു ചാൻസും ഇല്ല. ഇനി ഇന്നാഡിക്വേറ്റ് സപ്പോർട്ട് ഫോർ സോഷ്യൽ നീഡ്സ്. ഈ കുട്ടിക്ക് പഠിച്ചിറങ്ങിയ കുട്ടിക്ക് 5 വർഷമൊക്കെ കോളേജിൽ പഠിച്ചിറങ്ങിയ കുട്ടിക്ക് സമൂഹത്തിൽ ഒരുപാട് റോളുണ്ട്, അതിനകത്ത് ഒരു കാര്യം അയാൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇനി ഇന്നാഡിക്വേറ്റ് പേരൻ്റൽ എൻഗേജ്മെൻറ്റ്. പേരൻസും ടീച്ചേഴ്സും ചേർന്ന് ഇവരെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു വേദിയില്ല. ഇനി ഇതിനൊക്കെ ഉപരിയായിട്ട് പലപ്പോഴും പല കുട്ടികൾക്കും ആവശ്യമില്ലാത്ത ഉറക്കം, ക്ഷീണം, അഡിക്ഷൻ, ലെതാർജി, ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ, ഒരു ഗ്രാജുവേറ്റ് ആയിട്ട് ഇറങ്ങിയ മനുഷ്യൻ എന്തൊക്കെ ഫുഡിനകത്ത് ന്യൂട്രീഷൻ വേണം, എന്തൊക്കെ ന്യൂട്രീഷൻ്റെ കുറവ് കൊണ്ട് എനിക്ക് രോഗങ്ങൾ പറ്റും, വെൽനസ് നഷ്ടപ്പെടും, ഇതൊന്നും നമുക്ക് യൂണിവേഴ്സിറ്റി കരിക്കുലത്തിലോ അത് പഠിക്കാനായിട്ടുള്ളൊരു അവസരവും ഇല്ല. പിന്നെ ഇന്നാഡിക്വേറ്റ് സ്റ്റുഡൻറ്റ് എൻഗേജ്മെൻറ്റ്. പഠിക്കുന്ന കാലത്ത് അവർക്ക് ഏതെല്ലാം മേഖലയിൽ വിട്ടുകൊടുക്കണം, അവരെ എവിടെയൊക്കെ വെച്ചിട്ട് നമുക്ക് അവർക്ക് സെൽഫായിട്ട് ട്രെയിനിങ് കൊടുക്കാം, നത്തിങ്. ഇനി ഇന്നാഡിക്വേറ്റ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ MBBSഉം ഇല്ലെങ്കിൽ MDയും അതും അല്ലെങ്കിൽ എൻജിനീയറിങ്ങും MTechും ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള കുട്ടികൾക്ക്, അതിലെ മാനേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് അവർക്കൊരു പ്രൊഫഷണൽ അഡ്വാൻസിന് വേണ്ടിയിട്ടുള്ളൊരു വേദി യൂണിവേഴ്സിറ്റി തലത്തിലൊന്നുമില്ല. ഇനി ഇന്നാഡിക്വേറ്റ് ഫീഡ്ബാക്ക് ആൻഡ് അസസ്മെൻറ്റ്. എന്താണ് അവർക്ക് കുറവുള്ളതെന്നോ അവർക്ക് പറയാനുള്ളത് പോലും യൂണിവേഴ്സിറ്റി ലിസൺ ചെയ്യാൻ തയ്യാറല്ല.
ഇനി നെഗ്ലക്റ്റ് ഓഫ് കൾച്ചറൽ കോമ്പീറ്റൻസ്. ഇവർ കൾച്ചറലി ആരായിരിക്കണം, ഇവർ ഏത് ആറ്റിറ്റ്യൂഡ് സ്വീകരിക്കണം, ഇല്ലെങ്കിൽ ഏത് ലെവലിൽ പോകണം. യൂണിവേഴ്സിറ്റിക്ക് അവിടെ ഒന്നും ഒരു റോളും ഇല്ല. വൈ ദ യൂണിവേഴ്സിറ്റി? ഞാനിത് പറഞ്ഞല്ലോ, ഞാൻ 32 വർഷത്തോളം യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതിന് ശേഷമാണ് ചോദിക്കുന്നത്. ഇനി ഫെയിലിയർ ടു ഫോസ്റ്റർ ലൈഫ് ലോങ് ലേണിംഗ്. നമുക്ക് ഒരിക്കൽ പഠിച്ചുകൊണ്ട് തീരുമല്ല, പിന്നെയും പഠിക്കണം. എപ്പോഴും ഒരു ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സബ്ജക്റ്റ് കൂടി ഇതുപോലെ പഠിക്കാനായിട്ടുള്ളൊരു ട്രെയിനിങ് ആണ്. PhD എന്ന് പറഞ്ഞാൽ വിവിധ വിഷയങ്ങൾ ഇതേപോലെ നമുക്ക് റീസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ്. അല്ല, നമ്മൾ ആ ഒരു റിസർച്ചിലൂടെ അല്ല നമ്മൾ വലിയവനാകാൻ പോകുന്നത്. ഇനി നമുക്ക് ഫെയിലിയർ ടു അഡ്രസ് എത്തിക്കൽ ഡിലമാസ്. എന്താണ് നമ്മൾ എത്തിക്കലി ഉള്ള സ്റ്റാൻഡേർഡ് എങ്ങനെ ആയിരിക്കണം, ഇതിൽ നമ്മൾ ഏത് ഫ്രെയിം വർക്കിൽ വേണം, ഏത് സപ്പോർട്ട് സിസ്റ്റം വേണം, നോ ഹെൽപ്പ് അറ്റ് ഓൾ. ആൻഡ് ഫെയിലിയർ ടു ഫോസ്റ്റർ ക്രിയേറ്റിവിറ്റി. നമ്മൾ ഏത് വിധത്തിലുള്ള ക്രിയേറ്റിവിറ്റി, നമുക്ക് കിട്ടിയിട്ടുള്ള അറിവുകളെ പലതിനെ ചേർത്ത് വെച്ച് പ്രാക്ടിക്കൽ പ്രോബ്ലത്തിന് പരിഹാരം എങ്ങനെ കൊടുക്കാൻ പറ്റും, സൊല്യൂഷൻസ് ടു ദ പ്രോബ്ലം, അതിനൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇനി ഫെയിലിയർ ടു അഡ്രസ് ടെക്നോളജിക്കൽ എത്തിക്സ്. നമുക്ക് ടെക്നോളജിയിൽ എന്ത് എത്തിക്സ് വേണം, ഏതൊക്കെ രീതിയിലുള്ള പെരുമാറ്റം വേണം, എങ്ങനെ അത് യൂസ് ചെയ്യാവുള്ളൂ. ആൻഡ് ഫെയിലിയർ ടു പ്രൊമോട്ട് സിവിക് എൻഗേജ്മെൻറ്റ്സ്. ഒരു സിറ്റിസൺ എന്തെല്ലാം കാര്യത്തിൽ ഇടപെടണം, അവർ സമൂഹത്തിൽ റോൾ എന്താണ്, ഒരു സേ എന്താണ്, ഈ സാധനങ്ങളൊന്നുമില്ല. ഇനി ഫെയിലിയർ ടു അഡ്രസ് എഡ്യൂക്കേഷണൽ ഡിസ്പാരിറ്റീസ്. നമ്മൾ കഴിച്ച പായസത്തിൽ എന്ത് കുറവുണ്ടെന്ന് പറയാനായിട്ട്, കഴിച്ച ചായയുടെ രുചിയിൽ എന്ത് കുറവുണ്ടെന്ന് പറയാൻ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല. ആരോട് പറയാൻ? ഇനി ഫെയിലിയർ ടു ഫോസ്റ്റർ ക്രിട്ടിക്കൽ മീഡിയ ലിറ്ററസി. ഇപ്പം ഇത് സമൂഹത്തിൻ്റെ മുന്നേ നിരത്താനുള്ള, ഇത് എവിടെ നമ്മൾ നിരത്തണം, ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ നിരത്തണം, ഇത് പറയാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇനി ഫെയിലിയർ ടു അഡ്രസ് ജെൻഡർ ബയസ്. സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ LGBT നേരിടുന്ന പ്രശ്നങ്ങൾ, അപ്പോൾ അവരുടേതല്ലാത്ത കുറ്റങ്ങൾ കൊണ്ട് അവരനുഭവിക്കുന്നത്, അതിൻ്റെ സത്യം അറിയാനുള്ളത്, ഹെൽത്ത്, ഫിറ്റ്നസ്. ഇനി ഫെയിലിയർ ടു അഡാപ്റ്റ് ടു ചേഞ്ചിങ് ഡെമോഗ്രാഫീസ്. ലോകത്ത് വരാൻ പോകുന്ന മാറ്റങ്ങൾ, ഏജ് ഡിഫറൻസസിൽ. ആൻഡ് ഫെയിലിയർ ടു പ്രൊമോട്ട് ഇൻക്ലൂസിവിറ്റി. എല്ലാവരെയും നമ്മൾ ഉൾപ്പെടുത്തണം. അവർക്ക് മറ്റുള്ളവർക്കുള്ള ഒരു നീതി എങ്ങനെ കൊടുക്കാൻ പറ്റും, അതിനെക്കുറിച്ച് നമുക്കൊരു രൂപം തരുന്നില്ല. ആൻഡ് ഫെയിലിയർ ടു ഫോസ്റ്റർ ക്രിട്ടിക്കൽ സിറ്റിസൺഷിപ്പ്. കുറവുള്ളത് വിളിച്ചു പറയാനും കറക്ഷൻ നടത്താനുമുള്ള നമ്മുടെ അവകാശം. ആൻഡ് ഫെയിലിയർ ടു അഡാപ്റ്റ് ടു ടെക്നോളജി. ഏത് ടെക്നോളജി? വാട്ടർ റിസോഴ്സസിന് വേണ്ടിയിട്ട്, സാനിറ്റേഷന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഡെയിലി എനർജി റിക്വയർമെൻറ്റ്സ്, ഇതിലൊന്നും നമുക്ക് സെൽഫ് ഡിറ്റർമിനേഷൻ ഇല്ല. ആൻഡ് ഫെയിലിയർ ടു അഡ്രസ് സ്റ്റുഡൻറ്റ് മോട്ടിവേഷൻ. എവിടെ? സ്റ്റുഡൻറ്റ് വേണേൽ പഠിച്ചോണം, പരീക്ഷ പാസ്സായിക്കണം, ഞങ്ങൾ താമസിച്ചൊക്കെ പരീക്ഷ സർട്ടിഫിക്കറ്റൊക്കെ തരത്തുള്ളൂ, നിങ്ങൾ എവിടെയെങ്കിലും പോയി വേണം ജീവിച്ചു. അതുകൊണ്ടാണ് നമുക്കൊരു LDC ഇത് വരുമ്പോൾ 20 ലക്ഷം പേരിന് കൂടുതൽ അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ഫെയിലിയർ ടു പ്രൊമോട്ട് ക്രിട്ടിക്കൽ മീഡിയ ലിറ്ററസി. നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പുറത്തോട്ട് കൊടുക്കാനും മറ്റുള്ളവരറിയാനും ഒരു പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ സംഭവിച്ച് രാജ്യത്തിന് മാറ്റം വരാനും. ആൻഡ് ലിമിറ്റഡ് സപ്പോർട്ട് ഫോർ സ്പെഷ്യൽ നീഡ്സ്. ലൈക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓട്ടിസം ബാധിച്ചവരുണ്ട്, മെൻ്റലി ചലഞ്ചഡ് ഉണ്ട്, ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, സ്പെഷ്യൽ സ്റ്റുഡൻസ് ഉണ്ട്, ഗിഫ്റ്റഡ് ചിൽഡ്രൻ ഉണ്ട്. ഇവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു രൂപരേഖയും നമ്മുടെ യൂണിവേഴ്സിറ്റികളിലൊന്നും കിട്ടാനില്ല. ആൻഡ് ലിമിറ്റഡ് എക്സ്പോഷർ ടു കരിയർ ഡൈവേഴ്സിറ്റി. ചില ജോലികൾ നല്ല റിവാർഡിംഗ് ആണ്, ചില ജോലികൾ ഒരു പ്രയോജനം ഇല്ലാതായിട്ടുള്ളതാണ്. ഇനി ലിമിറ്റഡ് ഫോക്കസ് ഓൺ ലൈഫ് ലോങ് റിലേഷൻഷിപ്സ്. ഒരു ബന്ധം, ഫ്രണ്ട്ഷിപ്പ്, മാരിറ്റൽ റിലേഷൻഷിപ്പ്, പാരൻ്റൽ റിലേഷൻഷിപ്പ്, ഇതെങ്ങനെ നടത്തിക്കൊണ്ട് പോകണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു സ്കില്ലും യൂണിവേഴ്സിറ്റി തലത്തിൽ നമ്മൾ പഠിപ്പിച്ചത്. ഇതെല്ലാം പ്രൈവറ്റായിട്ട് പോയി പഠിക്കാൻ പറ്റുമോ? ആൻഡ് ലിമിറ്റഡ് എക്സ്പോഷർ ടു ക്രിട്ടിക്കൽ ഗ്ലോബൽ ഇഷ്യൂസ്. ഗ്ലോബലി എന്ത് സംഭവിക്കുന്നു, ഗ്ലോബലി നമുക്ക് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ലിമിറ്റഡ് ഫോക്കസ് ഓൺ എത്തിക്സ് ആൻഡ് മൊറാലിറ്റി. ഈ ലോകത്ത് നടക്കേണ്ട എത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ, മോറലായിട്ടുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊന്നും നമുക്ക് യാതൊരു വിധത്തിലുള്ള യൂണിവേഴ്സിറ്റി സപ്പോർട്ടും ഇല്ല. ലിമിറ്റഡ് ട്രാൻസ്പെറൻസി. യൂണിവേഴ്സിറ്റികൾ എങ്ങനെ നടത്തുന്നു,
ലോകം എങ്ങനെ പോകുന്നു, ആ ലിമിറ്റഡ് റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് നടപ്പിലാക്കുക, എങ്ങനെയാണ് ഒരു ഇൻറ്റേൺഷിപ്പ് കിട്ടുക, ആ ലിമിറ്റഡ് പ്രാക്ടിക്കൽ എക്സ്പോഷർ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റിയ, ആ ലിമിറ്റഡ് ആക്സസ് ടു അഡ്വാൻസ്ഡ് റിസോഴ്സസ് എവിടെ കിട്ടുമെന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല. ഇനി ലിമിറ്റഡ് ക്രിട്ടിക്കൽ തിങ്കിങ്, ലിമിറ്റഡ് ആക്സസിബിലിറ്റി,